പാവനമായ വലിയ നോമ്പിലൂടെ നാം പ്രയാണം ചെയ്യുകയാണല്ലോ. മനുഷ്യാവതാരം ചെയ്ത കർത്താവ് സൃഷ്ടിയെ പ്രത്യേകമായി സന്ദർശിക്കുന്ന വായനകളാണ് ഈ ദിവസങ്ങളിൽ ക്രമീകരിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ പ്രസംഗത്തിലെ പ്രധാനമായ ആശയം സ്വർഗ രാജ്യമാണ്. ദൈവത്തിൻ്റെ ഹിതം ഭൂമിയിൽ നടപ്പാക്കാനുള്ള എളിയ ഒരു ശ്രമം. നന്നായി അതിനെ പ്രതിരോധിച്ചു. ഇന്നത്തെ പോലെ തന്നെ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ആർക്കും താല്പര്യമില്ല. അത് ചെയ്യാൻ ഒരുങ്ങിയ കർത്താവ് നിരവധിയായ പ്രതിസന്ധികളിൽ കൂടെ കടന്നു പോകേണ്ടതായി വന്നു. സൃഷ്ടിയെ ക്രമരഹിതമായിരുന്ന അവസ്ഥയിൽ നിന്ന് യഥാസ്ഥാനത്തേക്ക് പുനഃസ്ഥാപിക്കുന്ന ശുശ്രൂഷയുടെ ഭാഗമാണ് രോഗികളെ സൗഖ്യമാക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ ഞായറാഴ്ചകളിലും അത് ആവർത്തിച്ച് വ്യത്യസ്ത തരങ്ങളായ രോഗസൗഖ്യദാനത്തിൻ്റെ വായനകൾ വായിക്കുമ്പോൾ രണ്ട് തരത്തിൽ രോഗസൗഖ്യം യേശുതമ്പുരാൻ നൽകി. കർത്താവ് തന്നെ മനസ്സലിഞ്ഞ ഒരു രോഗിയുടെ നിസ്സഹായ ദയനീയ അവസ്ഥ കണ്ട് അവരെ സൗഖ്യമാക്കിയ ധാരാളം സന്ദർഭങ്ങളുണ്ട്. രോഗി തന്നെ തനിക്ക് സൗഖ്യവും തനിക്ക് പൂർണ്ണതയും പ്രാപിക്കണമെന്ന് യേശുവിൻ്റെ അടുക്കൽ അപേക്ഷിച്ച് അവരെ സൗഖ്യപ്പെടുത്തിയ സന്ദർഭമുണ്ട്. എന്നാൽ രോഗികൾക്ക് വേണ്ടി തങ്ങളുടെ കൂടെയുള്ളവർ ഇടപെട്ട് രോഗസൗഖ്യം നേടിയ സന്ദർഭവും ഉണ്ട്. ഇന്നത്തെ പരിശുദ്ധ എവങ്കേലിയൻ ഭാഗമായി ക്രമീകരിച്ചിരിക്കുന്നത് വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. സുവിശേഷത്തിന്റെ ആരംഭത്തിൽ തന്നെ കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചു, രോഗസൗഖ്യ ശുശ്രൂഷ ആരംഭിച്ചുവെന്ന് 2-ാം അധ്യായത്തിൽ വിവരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. തളർവാദ രോഗിയെ യേശു തമ്പുരാൻ സൗഖ്യപ്പെടുത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷവാത രോഗിയെ മറ്റൊരാളുടെ സഹായം കൂടാതെ രോഗിക്ക് ചികിത്സ സ്വയം നേടുവാനോ രോഗിക്ക് വൈദ്യൻ്റെ അടുക്കലോ പരിചരണം ഉള്ളവരുടെ അടുക്കലോ പോകാൻ കഴിയാത്ത മറ്റുള്ളവരിൽ ടോട്ടലി ഡിപ്പെൻഡഡ് ആകുന്ന ഒരു ഡിപ്ലോറബിളായ ഒരു വളരെ ദയനീയമായ നിസ്സഹായാവസ്ഥയാണ് ഈ രോഗിക്ക് ഉള്ളത്. യേശു തമ്പുരാൻ കഫർന്നഹൂമിൽ ആയിരിക്കുമ്പോൾ ഉപദേശത്തിൻ്റെ താല്പര്യം കേട്ട് ആളുകൾ തിങ്ങിക്കൂടുകയാണ്. അവിടെയുള്ള ആ ചെറിയ ഭവനം, അതിനകത്തും പുറത്തും വാതിലിൽ കൂടെ മറ്റൊരാൾക്ക് പ്രവേശിക്കാൻ കഴിയാത്ത തരത്തിൽ ജനസഞ്ചയം വന്നുകൂടിയതോടുകൂടി യേശുവിനെ ആർക്കും സമീപിച്ചുകൂടാത്ത ഒരവസ്ഥയുണ്ട്. ചില കാര്യങ്ങൾ പ്രത്യേകം നമുക്ക് ഈ വേദഭാഗത്തെ ഒന്ന് നോക്കാം. സെയിന്റ് മാർക്ക് ചാപ്റ്റർ 2 വേഴ്സസ് 1-12. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. അത് പിന്നീടും ആവർത്തിച്ചാവർത്ത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കണം. അവിടെ യേശു തമ്പുരാൻ രോഗ സൗഖ്യം ഇതിനു മുമ്പ് നൽകി വചന ശുശ്രൂഷയിൽ വ്യാപൃതനായിരിക്കുമ്പോൾ 4 ആളുകൾ ചേർന്ന് ഒരു പക്ഷപാത രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. 2 കാര്യങ്ങൾ ഇവിടെ വളരെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നാം തിരിച്ചറിയണം. ഒന്ന്, മലയാള ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിരിക്കുന്ന 4 ആളുകൾ ചുമന്ന് ഒരു പക്ഷപാത രോഗിയെ ചിലർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു എന്ന ഒരു റിഡൻഡന്റ് ആയ ഒരു അല്പം വലിച്ചു നീട്ടിയുള്ള വിവരണം എങ്ങനെ വരും? സന്ധ്യയ്ക്ക് ഈ വേദഭാഗം ഞാൻ ഒന്നുകൂടെ ഒന്ന് നോക്കിയപ്പോൾ 4 ആളുകളിൽ നിന്ന് വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ അവരെക്കുറിച്ച് തന്നെ ചിലർ എന്നും പറയുന്നുണ്ട്. ഇതൊന്നിച്ചെങ്ങനെ പോകുമെന്ന് മൂലഭാഷയിലുള്ള വേദപുസ്തകം ഞാൻ നോക്കുമ്പോൾ അവിടെയും അങ്ങനെ തന്നെ സൂചനയാണ്. ഇംഗ്ലീഷിലെ ഒരു വേർഷൻ ഞാൻ നോക്കുമ്പോഴും അവിടെ സം പീപ്പിൾ എന്ന് ആദ്യമേ പറയുകയും 4 of them അവരിൽ ചിലർ എന്നും കൂടെ അല്പം
വ്യക്തമാക്കി പറയുന്നുണ്ട്. നമുക്കിനി അതിലേക്കൊന്ന് നോക്കാം. ചിലരാണ് ഈ രോഗിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നത്. ശ്രദ്ധിച്ചേ, രോഗിയുടെ മാതാവോ പിതാവോ അല്ല, രോഗിയുടെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് അല്ല, രോഗിയുടെ ഇൻലോസായ ആരുമല്ല, രോഗിയുടെ അയൽക്കാരല്ല. ഇപ്പോൾ അവരെ കുറിച്ച് പറയാൻ കഴിയുന്ന ആരാ? certain people, some of the people. അപ്പോൾ how the some of the people are related to him, ആ മനുഷ്യനോട് ഇവരെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ രോഗങ്ങളുണ്ട്. രോഗം വരുമ്പോൾ, ഒരു ചുമ വന്നാൽ, ഒരു അസ്വാഭാവികമായ ഒരു ചെറിയ ചലനം നിങ്ങളിൽ വന്നാൽ, ഒന്ന് പരിശോധിക്കണം, ഒന്ന് ചികിത്സിക്കണം, ഒന്ന് റെസ്റ്റ് എടുക്കണമെന്ന് നമ്മളോട് ആദ്യമേ പറയുന്നത് ആരായിരിക്കും? നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാ. അങ്ങനെയെങ്കിൽ അവന് പ്രിയപ്പെട്ടവർ അവനെ കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്? അല്ല. സോ ഈ മനുഷ്യനും ആ വന്നവരും തമ്മില് ബന്ധം ചിലറെന്ന് പറയത്തക്ക രീതിയിലേ ഉള്ളുവെങ്കിലും നിശ്ചയമായി നമുക്കറിയാം, വിവരിച്ചിട്ടില്ലെങ്കിലും ആ മനുഷ്യനോട് അഭേദ്യമായി ബന്ധമുള്ളവരും അവന്റെ പുരോഗതിക്കും ചികിത്സയ്ക്കും വേണ്ടി ആകാംക്ഷയുള്ളവരും അതിൽ തൽപരരായ വ്യക്തികൾ മാത്രമാണ് ആ ചിലർ എന്ന് പരാമർശിക്കുന്നവര്. രണ്ടാം ഭാഗം നോക്കിയാൽ അവർ 4 പേരാ. ആ 4 പേരുടെ വിശ്വാസം കണ്ടിട്ടാണ് യേശു തമ്പുരാൻ ആ മനുഷ്യനോട് നിന്റെ പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്ന അർത്ഥത്തിൽ അവനോട് സംസാരിക്കുന്നത്. അപ്പോൾ ബന്ധത്തെക്കാൾ കൂടുതൽ ആ മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടി, സൗഖ്യത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ, രോഗിയോട് അവർക്ക് കമ്പാഷൻ, അവർക്ക് സ്നേഹവും താല്പര്യവും ഉണ്ട്. അല്ലെങ്കിൽ അവരെ ചുമന്നുകൊണ്ട് വരേണ്ട ആവശ്യം കൊണ്ടുവരികയില്ല. രണ്ടാം ഭാഗം നോക്കുമ്പോൾ യേശു തമ്പുരാൻ ആ 4 ആളുകളുടെ വിശ്വാസമാണ് ഏറ്റവും വിലമതിച്ചത്. ആ 4 പേർക്കും രോഗിയോട് കരുതലും യേശുവിൽ വിശ്വാസവും ഉണ്ടായിരുന്നു. 2 കാര്യത്തിന് അവർ എംഫസൈസ് കൊടുത്തു. ഒന്ന്, ഞങ്ങളുടെ ഇടയിലുള്ള somehow, if even though it is not certainly defined how the 4 people are related to the paralytic person, but they have absolutely extraordinary compassion and concern to him in his welfare, in his well-being. അവര് പക്ഷേ രോഗിയെ ഒരു കരം കൊണ്ട് അവർ ചുമന്നുകൊണ്ട് വരികയും ആരുടെ അടുക്കലേക്കാണോ അവർ വരുന്നത് ആ യേശുവിൽ അവർക്ക് പരിപൂർണമായ വിശ്വാസവും ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 4 ആളുകൾക്ക് ഒരു സമഭാവന, സമചിത്തത, ഒരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള ഏകമായ സ്വഭാവമുണ്ടാകുകയും ദൈവത്തിൽ പരിപൂർണമായി വിശ്വസിക്കുകയും ചെയ്താൽ അത്ഭുതമുണ്ടാവും. പാരലൈസ്ഡ് ആയ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് നടക്കാൻ ഇടയായതുകൊണ്ടാണിത് അത്ഭുതം. ദൈവത്തെ സംബന്ധിച്ച് എന്താണതെന്ന് ഞാൻ ആദ്യത്തെ സെന്റൻസിൽ പറഞ്ഞു. ടു റീഇൻസ്റ്റിറ്റ്യൂട്ട് ദ ക്രിയേഷൻ ഇൻ ഇറ്റ്സ് ക്രിയേറ്റഡ് ഓർഡർ. സൃഷ്ടിയുടെ ആരംഭത്തിൽ സകലതും യഥാസ്ഥാനത്ത് ക്രമപ്പെടുത്തിയത് ക്രമഭംഗുരം നഷ്ടപ്പെട്ട് ക്രമരഹിതമായതിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് ആക്കുന്നതാ. നമ്മളത് കണ്ടു ചെയ്തിട്ടില്ലാത്തതിനാൽ അതൊരു എക്സ്ട്രാ ഓർഡിനറി ആകിയാൽ നമുക്കതൊരു അത്ഭുത പ്രവൃത്തിയാണെങ്കിലും സൃഷ്ടാവിന്, യേശുവിന് തൻ്റെ സൃഷ്ടിയോടുള്ള സ്നേഹവും കരുതലുമാണ് അവിടെ മനസ്സിലാകുന്നത്. ഇങ്ങനെയെങ്കിൽ 4 ആളുകൾ ചേർന്ന് 5ാമത് ഒരുവന് നന്മ ചെയ്യാൻ കഴിയുമെങ്കിൽ എത്രമാത്രം നമ്മൾ ആ മനുഷ്യരോട്, ആ കാര്യത്തോട് ഏകീഭവിക്കുകയും ദൈവസന്നിധിയിലേക്ക് ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് വളരെ ത്യാഗത്തോടെ ആ പ്രവർത്തനം ഏറ്റെടുക്കുകയും ചെയ്യണം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ കുറവുകൾ കണ്ടുപിടിച്ച് അത് പെരുപ്പിച്ച് കുറവാണെന്ന് തന്നെ സ്ഥാപിക്കുന്നതിൽ നമുക്ക് അസാധാരണമായ ഒരു കഴിവുണ്ട്. എന്നാൽ സൊല്യൂഷൻ എന്താണ്, എവിടെയാണ്, ആരിൽ നിന്ന് ലഭിക്കുമെന്നുള്ളതിൽ
ആദ്യമേ പ്രചരിപ്പിക്കുന്ന ആളുകളിൽ നിന്ന് ഒരു നെഗ്ലിജിബിൾ പെർസെൻറ്റേജ് ഓഫ് ആളുകളെ ഉള്ളൂ രണ്ടാമത്തതിലേക്ക് പോകുന്നത്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നു, പുറത്തേക്ക് പോകുമ്പോൾ ജലക്ഷാമം തുടങ്ങി. കേരളത്തിൽ പ്രത്യേകിച്ച് വനമേഖലകളിലും പർവ്വത പ്രദേശങ്ങളിലും ഒക്കെ ജലക്ഷാമം നേരിടാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു പൈപ്പ് പൊട്ടി വെള്ളം ഒഴുകുന്നു എന്നിരിക്കട്ടെ, ഒരുപക്ഷെ നമ്മൾ അത് വീഡിയോ എടുത്ത് അനാസ്ഥയാണെന്ന് പറഞ്ഞ് പൊതുജനത്തെ അറിയിക്കും. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വണ്ടിയുടെ ടയറ് ചള്ളയിലും വെള്ളത്തിലും പോകാതെ ഒഴിഞ്ഞു പോകാൻ ശ്രമിക്കുമെങ്കിലും അതിൻ്റെ ചുമതലപ്പെട്ടവരോട് ഇങ്ങനെ ഉണ്ടെന്ന് പറയില്ല. ഇനി ചുമതലപ്പെട്ടവരോട് പറഞ്ഞാലും അവരും നമ്മളിൽ നിന്നൊരാളാകയാൽ പെട്ടെന്നത് കേട്ടതായും അവർക്കും ഈ 5 പേര് വേണം, അവിടേക്കൊന്ന് വരണമെങ്കിൽ ജീപ്പ് ഓടിക്കുന്ന ആൾ വേണം, പുറത്തിറങ്ങുന്ന ആൾ വേണം, അതിലെന്തെങ്കിലും ചെയ്യുന്ന ആൾ വേണം, അത് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നു, ഇങ്ങനെ 3-4 തരത്തിലുള്ള ഓഫീസേഴ്സ് ജോലിക്കാർ ഒന്നിച്ചാലേ അതിൻ്റെ പണി പൂർത്തീകരിക്കത്തുള്ളൂ. അത് അത്ര എളുപ്പമല്ല. വിശ്വാസ ജീവിതത്തിൽ മാത്രമല്ല, മനുഷ്യർക്ക് നന്മ ചെയ്യുന്നതിലും വിശ്വാസവും ക്രിസ്തുവിലുള്ള പരിപൂർണമായ സമർപ്പണവും നമുക്കുണ്ടെങ്കിൽ അന്നത്തെ പോലെ തന്നെ ഇന്നും അനേകരെ സഹായിക്കുവാൻ, അനേക വീഴ്ചകളിൽ നിന്ന് അവരെ എഴുന്നേൽപ്പിക്കുവാൻ നമുക്ക് ശക്തിയുണ്ട്, നമുക്ക് പ്രാപ്തിയുണ്ട്, നമുക്ക് ചുമതലയുണ്ട് എന്ന് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതൊരു കാര്യം, യേശുതമ്പുരാന്റെ മുമ്പിലേക്ക് ഈ മനുഷ്യനെ അവർ ക്ലേശം സഹിച്ച് ഇരുന്ന വീടിന്റെ മേൽക്കൂര ഇത്രമാത്രം അങ്ങ് വലിയ സ്ട്രക്ചേർഡായ ഒരു ബിൽഡിംഗ് ഒന്നും അല്ല എന്ന് നമുക്കറിയാം. പുല്ല് മേഞ്ഞ സാധാരണമായ വീടുകളാണ് 2000 വർഷത്തിന് മുമ്പ് ആ ഭാഗത്തുള്ളത്. അത് തന്നെ വലിയൊരു പ്രധാനപ്പെട്ട പട്ടണമല്ല, ഗ്രാമപ്രദേശമായതുകൊണ്ടും കൂടെ അങ്ങനെ ഒരു അവസ്ഥയാണ്. യേശുവിന് മുമ്പിലേക്ക് ഈ മനുഷ്യനെ വെക്കുമ്പോൾ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ്. രോഗിയോട് ഇതുവരെ യേശുവരാൻ ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. ആ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് രോഗിയോട്, മകനേ നിന്റെ പാപങ്ങൾ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് യേശുവിൽ നിന്ന് മധുരവാണികൾ കേട്ട് ആത്മീയ പുരോഗതിക്ക് വേണ്ടി വന്നുകൂടിയ ജനസഞ്ചയത്തിലെ ഒരാളുകളല്ല. അവിടെ കൂടിയിരുന്ന വേദപണ്ഡിതരിലും പരീശരിലും, the high echelon of the Jewish society, they are learned people who are going after Jesus, finding a fault in him to level charges against Jesus. അങ്ങനെ യേശുവിൽ എന്തെങ്കിലും കുറ്റം കണ്ടുപിടിക്കാൻ കൗതുകത്തോടെ അവിടെ വന്നിരിക്കുന്ന ആളുകൾ യേശുവിനോട് ചോദിക്കുകയാണ്, ഇവൻ ആരാകുന്നു? ഇവൻ ദൈവദൂഷണം പറയുന്നു. മനുഷ്യരുടെ പാപങ്ങൾ മോചിക്കുവാൻ ദൈവത്തിനല്ലാതെ മറ്റ് ആർക്ക് സാധിക്കും എന്ന ആദ്യ ഭാഗം നാം നോക്കുമ്പോഴേ, പാപങ്ങൾ മോചിച്ചു വന്നിരിക്കുന്നു എന്നതിന് ഉപയോഗിക്കുന്ന മൂലഭാഷയിലെ വാക്ക് അഫസിസ് എന്നുള്ളൊരു വാക്കാണ്. അഫീമി അഫസിസ് എന്നുള്ള വാക്ക. ആ വാക്കിന്റെ പ്രധാനമായ വേദപുസ്തകപരമായ വേദശാസ്ത്രപരമായ ഒന്നാമത്തെ അർത്ഥം പാപം മോചിക്കുക, ടു റെമിറ്റ് സിൻസ്, പാപം മോചിക്കുക. 2, കെട്ട് അഴിച്ച് വിടുക. 3, കുണ്ടറയിലുള്ളവരെ സ്വതന്ത്രരാക്കി പുറത്തു കൊണ്ടുവരിക. കുണ്ടറ എന്നാൽ ജയിലെന്നാണ്. അപ്പൊ ജയിലിൽ കിടക്കുന്ന ആളുകളെ ജാമ്യമെടുത്താണോ ആ വലിയ ഇരുമ്പ് വാതിൽ തുറന്ന് ആ വിമോചിപ്പിക്കുന്ന ആ പ്രോസസ്സിന് അഫസിസ് എന്നാണ്. ഒറ്റപ്പെടുത്തുക, ശാന്തമായിരിക്കുക, കെട്ടഴിച്ചു വിടുക, പാപം മോചിക്കുക. ഇങ്ങനെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ഒറ്റയാകുന്ന പാപബന്ധങ്ങളിൽ നിന്ന് അഴിഞ്ഞ് ബന്ധനത്തിൽ നിന്ന് മാറ്റി, ടു സെറ്റ് ഫ്രീ, ടു ബി അലോൺ, ടു മേക്ക് സിംഗിൾ എന്നൊക്കെയുള്ള വിശാലമായ സെക്കുലർ ആത്മീയ അർത്ഥത്തിലുള്ള ഒരു പദമാണ് യേശു തമ്പുരാൻ ഉപയോഗിച്ചത്. ആദ്യമേ ഞാൻ പറഞ്ഞതുമായിട്ട് വെച്ച് നോക്കുമ്പോഴേ, 4 ആളുകൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ശ്രദ്ധിച്ച്, 4 ആളുകൾക്ക് ദൈവത്തിൽ വിശ്വാസവും ക്രിസ്തുവിന്റെ അടുക്ക് വരുവാനായിട്ടുള്ള ഐക്യരൂപവും വിശ്വാസവും ഉണ്ടെങ്കിൽ 5ാമത് ഒരു മനുഷ്യന്റെ പാപം മോചിക്കാൻ ഇടയാവും. ശ്രദ്ധിച്ചേ, എന്താ? 4 ആളുകളുടെ തീവ്രമായ ഡീപ്പായ വിശ്വാസം മൂലം 5ാമത് ഒരു മനുഷ്യന്റെ
പാപം മോചിക്കാൻ സാധിക്കും. പക്ഷപാത രോഗിയും കൊണ്ടുവന്ന ആൾ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയത്തില്ല. അവര് ആ മനുഷ്യനോട്ടുള്ള ബന്ധത്തിൽ ആരാ? ചിലർ മാത്രമാണ്. എത്ര എണ്ണം ഉണ്ട്? 4 പേര്. അതിൽ കൂടുതൽ ബന്ധമുള്ളതായി ഇതിൽ പറയുന്നത് ആവശ്യമില്ല. നമുക്കറിയാം പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ട്. പ്രാചീന മതങ്ങളിലെല്ലാം ഇത് ശക്തമായിരുന്നു ഈ ഒരു ചിന്ത. ആധുനിക വൈദ്യശാസ്ത്രം പാപമെന്ന ഒരു വാക്ക് ഉപയോഗിക്കാൻ അനുവാദമില്ലാത്തതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ടെക്നിക്കൽ വേർഡാണ് ജീവിത ശൈലി രോഗങ്ങൾ. ഇനി ജീവിതശൈലി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? വേദശാസ്ത്രവും വേദപുസ്തകവുമായി അതിൻ്റെ വാക്കെന്താ? പാപം അല്ലേ? ജീവിതശൈലി എന്നുള്ളത് കൊണ്ട് ഡീപ്പായ അർത്ഥങ്ങൾ അറിയാമല്ലോ. അതായത് മാതാവോ പിതാവോ ഗുരുവോ വൈദികനോ പറഞ്ഞാൽ നിസ്സാരവൽക്കരിച്ച് താന്തോന്നിയായ എൻ്റെ ഇഷ്ടമുള്ള എൻ്റെ സ്വാതന്ത്ര്യം അനുസരിച്ച് സുഖമായി ജീവിക്കുന്നതിന് ആധുനിക മനുഷ്യരായ നിങ്ങളും ഞാനും ഉപയോഗിക്കുന്ന നല്ല പദമാണെന്ത്? ജീവിതശൈലി. മുക്കുടിയനായ ഒരാള് ഈ പള്ളിയിലുള്ള ആളിനോട് കുടി നിർത്തണമെന്ന് വൈദികൻ പറഞ്ഞാൽ ഇവിടെ എന്തോ പൊല്ലപ്പായിരിക്കും. ന്യായീകരണമായി നമുക്ക് പറയാൻ കഴിയുന്നത് എന്താ? അച്ഛാ, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിപ്പോയി. ശൈലിക്ക് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് എന്താ? ഹാബിറ്റ്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സ്വാധീനമുള്ള ഘടകം ഏതാ? ഹാബിറ്റ്. ഇത് ഗൗരവമുള്ള ഒരു കാര്യമാണ്. അത് വൈദ്യശാസ്ത്രം, ആധുനിക വൈദ്യശാസ്ത്രം എത്ര വലിയ പഠിച്ച ആളായാലും മതരഹിതനായി ജീവിക്കുന്ന ഡോക്ടറായാലും ജീവിതത്തിൻ്റെ ക്രമവും ശൈലിയും ജീവിതത്തിൽ വരുത്തി വെക്കുന്ന രോഗവും തമ്മിൽ ബന്ധമെന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിരിക്കുന്നു. അതിൻ്റെ ആത്മീയമായ സൊസൈറ്റലായിട്ടുള്ള വ്യക്തിപരമായ ഒരു തലത്തിൽ അന്ന് പ്രാചീന കാലത്തെ എല്ലാ മതങ്ങളിലും കമ്മ്യൂണിറ്റികളിലും പ്രത്യേകിച്ച് യഹൂദ മതത്തിലും നൽകിയിരിക്കുന്ന നിർവചനമാണ് പാപവും രോഗവും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത്. അപ്പോൾ പാപത്തിൻ്റെ കെട്ടിൽപ്പെട്ട് കിടക്കുന്ന, അടിമത്തത്തിലായിരിക്കുന്ന രോഗിയായി മനുഷ്യനെ യേശു തമ്പുരാൻ പാപം മോചിപ്പിച്ചു. അപ്പോൾ പിന്നീട് അവർ ചോദിച്ചു, ഇതിന് അധികാരം എന്താണെന്നുള്ള ചോദ്യം വന്നു. യേശു തമ്പുരാൻ അല്പം സംസാരിക്കാൻ നിർബന്ധിതനായി. സംസാരത്തിൻ്റെ അവസാനം യേശു തമ്പുരാൻ പറഞ്ഞു, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു, മോചിച്ചിരിക്കുന്നു എന്ന് പറയുന്നതാണോ നിങ്ങൾക്ക് പ്രയാസം? അതോ കട്ടിലെടുത്ത് നടന്ന് വീട്ടിലോട്ട് പോകാനെന്ന് ആദ്യമേ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പ്രയാസമില്ലല്ലോ. അപ്പോൾ പാപവും പാപബന്ധനവും മോചിപ്പിച്ച് അതിൻ്റെ എക്സ്പ്ലിസിറ്റായ വിസിബിളായ ഒരു സൈനായ കട്ടിലുമെടുത്ത് ഈ പക്ഷപാത രോഗി എഴുന്നേറ്റ് കട്ടിലെടുത്ത് പോകുമ്പോൾ പാപം മോചിച്ചു, രോഗസൗഖ്യം നേടി എന്നുള്ളത് അണ്ടർസ്റ്റുഡാ അല്ലേ? അതങ്ങനെ പറയാതെ പാപം മോചിച്ചു എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുവെങ്കിൽ, മകനെ നീ കട്ടിലെടുത്ത് വീട്ടിലോട്ട് പോവുക. അവൻ ധൈര്യത്തെ ചാടി എഴുന്നേറ്റ് കട്ടിലുമെടുത്ത് അവരുടെ മുമ്പാകെ വീട്ടിലേക്ക് പോയി. അവസാനത്തെ ഒരു ചിന്തയൊന്ന് ആലോചിച്ച് നോക്കിക്കേ. When Jesus forgave him, remitted his sins, they raised the question, who are you to forgive the sin of a human being? എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. യേശു തമ്പുരാൻ ആരാണെന്ന്, ഈവൻ ജീസസ് ഐഡന്റിറ്റി ആൻഡ് സ്പിരിച്വൽ അതോറിറ്റി ഈസ് ബീയിങ് ഡിഫൈൻഡ് in relation to his forgiving the sin of a sinner. സത്യത്തിൽ ഈ പാപം ഇങ്ങനെ മോചിക്കുവാനും ആ പാപിയായ മനുഷ്യന്റെ രോഗം സ്വയം ഏറ്റെടുക്കുവാനല്ലെങ്കിൽ സ്വർഗോന്നതങ്ങളിൽ ഇരിക്കുന്ന ദൈവം അവിടെ ഇരുന്നാൽ പോരായിരുന്നു. അപ്പോൾ സാക്ഷാൽ മനുഷ്യരുടെ പാപങ്ങൾ അവൻ വഹിച്ചു. അവന്റെ അണിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം ലഭിച്ചു. ഈ മനുഷ്യൻ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അവൻ കിടന്നതായ ആ പാപത്തിന്റെ രോഗത്തിന്റെ അവസ്ഥ ക്രിസ്തുവിലേക്ക് വരിക. കുഷ്ഠരോഗിയെ സ്പർശിക്കുമ്പോൾ ആ കുഷ്ഠം ബാധിച്ച അവസ്ഥ
ക്രിസ്തുവിലേക്ക് വരികയാ. നാം ഇന്ന് എൻ്റെ മുമ്പിലിരിക്കുന്ന സുന്ദരരും സുന്ദരികളുമാകുവാൻ, നല്ല ചേതോഹരമായ സൃഷ്ടികളായി മാറുവാൻ അവൻ ഓരോരുത്തരെയും സൗഖ്യമാക്കുമ്പോൾ നമ്മുടെ രോഗവും വിരൂപതയും അവൻ സ്വയം സ്വീകരിച്ചു. അത് കാഠിന്യത്തിൽ പാരമ്യത്തിൽ എത്തിയപ്പോൾ അതിൻ്റെ ആധിക്യത്താൽ അവൻ സ്വയം പാപമായി മാറി അവൻ നമുക്ക് വേണ്ടി മരിക്കുവാനിടയായി. വളരെ ലഘുവായൊരു ചോദ്യം, ഞാൻ ഉണ്ടെന്ന് എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും? ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ നേരത്തെ തന്നെ അറിയാവുന്നതും നോട്ടീസിലുള്ളതും കുറേ മാസങ്ങളായ എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഇന്ന് സഭയിലെ 3 തിരുമേനിമാർ ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിച്ചു. ലൈവും പോകുന്നുണ്ട്. എങ്കിലും ചില വീട്ടിൽ ചെല്ലുമ്പം ചില കുഞ്ഞുങ്ങളോ എല്ലാവരും താല്പര്യമുള്ളവർ, അപ്പച്ച, അമ്മച്ചി, മമ്മി, ഇന്ന് 3 തിരുമേനിമാരാ കുർബാന ചൊല്ലിയത്. അവരപ്പോൾ ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കും. എന്താ ചോദിക്കുന്നത്? ഹൂ ആർ ദേ? എനിക്കതൊന്നും അറിയത്തില്ല. ഒരു തിരുമേനി വടക്ക് നിന്നു, ഒരു തിരുമേനി നടുക്ക് നിന്നു, ഒരു തിരുമേനി തെക്ക് നിന്നു. ഇങ്ങനെ പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് വേറൊരു ആളിൽ നിന്ന് വ്യത്യസ്തത ഉള്ളതിൻ്റെ തെളിവാണ് എൻ്റെ പേര്. നീ സിംപിളി പറഞ്ഞാൽ, ഐ എക്സിസ്റ്റ് ഓൺലി വെൻ യു എക്സിസ്റ്റ്. പ്ലാവിനെ മാവിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് കൊണ്ടാണ് പ്ലാവിന് പ്ലാവെന്നും മാവിന് മാവെന്നും പേരിടുന്നത്. സ്തേഫാനോസ് തിരുമേനി അല്ല പീലക്സ്തീനോസ് തിരുമേനി എന്നതുകൊണ്ട് 2 പേര്, അതല്ല ബർന്നബാസ് തിരുമേനി എന്നുള്ളതുകൊണ്ട് 3ാമത്തെ ഒരു പേര്. അങ്ങനെയാണെങ്കിൽ യേശു ആരാകുന്നുവെന്നുള്ള ചരിത്രത്തിലെ എക്കാലത്തെയും ക്രൂഷ്യലായ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ, നമ്മൾ ആരാ? പാപത്തിൽ തഴമ്പിച്ച, പാരലിറ്റിക്കായ, നിസ്സഹായരായി മറ്റ് മനുഷ്യരുടെ സഹായം അഭ്യർത്ഥിക്കുന്ന മനുഷ്യർക്ക് വേണ്ടി യേശു ലോകത്തിൽ സംജാതനായി. അപ്പോൾ യേശു ആരാകുന്നുവെന്ന ചോദ്യം പോലും ഈ മനുഷ്യന് സൗഖ്യം കൊടുത്ത് അവന് പാപം മോചിപ്പിച്ചപ്പോഴാണ് ഹൂ ഈസ് ദിസ് മാൻ ഹൂ ഹാസ് ദ പവർ ടു റെമിറ്റ് സിൻസ് എന്ന് ചോദിക്കേണ്ടതായി വന്നു. ഇത്രയും ദൈവത്തിന് നമ്മളോട് കരുതലുണ്ടെന്നും ഇത്രയും ദൈവത്തിന് നമ്മളോട് സ്നേഹമുണ്ടെന്നും ഈ കരുതലും സ്നേഹത്തിൻ്റെയും നിത്യമായ നിദർശനമാണ് അവനെ എൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നെന്നും ഓരോ ദിനം നാം ചിന്തിച്ചാൽ നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള ആദരവ്, ദൈവത്തോടുള്ള ആരാധനയുടെ താല്പര്യം എത്ര ശക്തമായി വീണ്ടും വർദ്ധിക്കും. അതിന് ഈ പാപമോചനത്തിൻ്റെ, ഈ സൗഖ്യദാനത്തിൻ്റെ ശുശ്രൂഷയുടെ ആഹ്വാനം നമുക്ക് ഉണ്ടാകട്ടെ. ഇത് വായിക്കുമ്പോൾ ആ മനുഷ്യൻ മാത്രമല്ല, അവന്റെ നന്മയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച അവനോട് ചേർന്നുള്ള ചിലരിൽ ഒരാളാകാൻ എനിക്ക് സാധിക്കുമോ? ആ 4-ൽ 1 എനിക്ക് സാധിക്കുമോ? എൻ്റെ കൂട്ടായ്മ കൊണ്ട്, എൻ്റെ സംയുക്തമായ പരിശ്രമം കൊണ്ട് 5ാമതൊരുവനെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാൻ, അവൻ്റെ നിസ്സഹായ അവസ്ഥ, അവൻ്റെ പാപഭങ്കരമായ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് അവനെ വിമോചിപ്പിച്ച് നിസ്സഹായ അവസ്ഥയിലുള്ളവനെ കട്ടില് ധൈര്യത്തോടെ നല്ല ഉറപ്പുള്ളവരായി ശക്തിമാനായി അവനെ തിരിച്ചുവിടാൻ സാധിക്കുന്നുവെങ്കിൽ പെരിഫറലായിട്ടുള്ള വിശ്വാസം മാത്രമല്ല, ആഴമേറിയ വിശ്വാസവും ആരാധനയും ആഴമേറിയ ജീവിതാനുഭവങ്ങളും ഇന്നും നമുക്ക് സാധിക്കും. ഈ പ്രദേശവുമായി യാതൊരു ബന്ധമുള്ള ആളല്ല ഇന്ന് പെരുന്നാൾ ആഘോഷിച്ച് നമ്മൾ ആദരവർപ്പിക്കുന്ന ആ വന്യപിതാവ്. അദ്ദേഹം നമുക്കൊരു കാലഘട്ടത്തിൽ ചിലരിൽ ഒരാളായിരുന്നു. അദ്ദേഹത്തിന് കേരളക്കരയും ചിരളിൽ ഒരു ദേശങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ വിശ്വാസം മൂലവും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, പൂർവികരുടെ നന്മയ്ക്ക് വേണ്ടി ജീവിതത്തോട് അർപ്പിച്ചപ്പോൾ 4 പേരിൽ ഒരാളായി മാറി. ആന്ത്രയോസ് ബാവായുടെ ആ ത്യാഗനിർഭരമായ, ആ സ്നേഹനിർഭരമായ, അവരൻ്റെ അൾട്രോയിസ്റ്റിക് ആയിട്ടുള്ള, ഫിലാന്ത്രോപ്പിക് ആയിട്ടുള്ള ആ ഒരു ജീവിതത്തിലെ നമ്മൾക്ക് ഉത്തമ മാതൃകയാകുന്നുവല്ലോ. ആ വന്യപിതാവിൻ്റെ മാതൃകയും ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നിരിക്കുന്ന സൗഖ്യദാനത്തിൻ്റെ മാതൃകയും കൂടുതൽ വിശ്വാസത്തിൻ്റെ ധീരതയോടെ, കൂടുതൽ ഐക്യത്തോടെ അവരങ്ങളെ, മറ്റുള്ളവരെ സഹായിക്കുന്ന നന്മയുടെ പുണ്യദിനങ്ങളായി നോമ്പിൻ്റെയും ശിഷ്ടമുള്ള ജീവിതകാലവും ആയിത്തീരുവാൻ ദൈവം സർവ്വവിധമായ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് വിനയപൂർവ്വം ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ.